ഹായ്, ഏവർക്കും സൈലം PSC യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ വിവരം നിങ്ങളിലേക്ക് ഞാൻ നോട്ടിഫിക്കേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഇനി മലയാളത്തെ സംബന്ധിച്ച് പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം, പുതിയ സിലബസ് പ്രകാരം മാർക്കിലൊക്കെ വേരിയേഷൻ ഉണ്ട്. മെയിൻസിൽ 13 മാർക്കായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ടാണെങ്കിൽ ഒരു 50 മാർക്ക് മലയാളം ആക്കിയാലും നമുക്ക് വിഷമമൊന്നുമില്ല. മാതൃഭാഷ മലയാളമല്ലേ, ഭരണഭാഷ മലയാളമല്ലേ, മലയാളം അങ്ങോട്ട് പവർ കയറട്ടെ എന്നൊക്കെയുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷെ എന്തായാലും 3 മാർക്ക് കൂട്ടി. മാത്സിന് 15, മലയാളം 13, ഇംഗ്ലീഷ് 13 എന്ന നിലയിലേക്ക് മെയിൻസ് പോയി. 10 മാർക്കായിട്ട് കലാ, സംസ്കാരം, സാഹിത്യവും ഉയർന്നിട്ടുണ്ട്. നല്ലതാണ്. കേരളത്തിൻ്റെ കലയും സംസ്കാരവും സാഹിത്യവും ഒക്കെ പച്ച പിടിക്കട്ടെ. 13ഉം 10ഉം അതെ 23 മാർക്കിലേക്ക് കലാ, സംസ്കാരം, സാഹിത്യം, മലയാളം വൊക്കാബുലറി മാറിയിട്ടുണ്ട്. നല്ല കാര്യം. എന്നാൽ നമ്മുടെ ഡിഗ്രി മെയിൻസിനെ പ്രിലിംസിനെ സംബന്ധിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസിൽ മാറ്റമൊന്നുമില്ല. മലയാളത്തെ സംബന്ധിച്ച് 10 മാർക്ക്, നേരത്തെയൊക്കെ പറയണ പോലെ 10 മാർക്ക് തന്നെയാണ്. എന്നാൽ നമുക്ക് ഒരു പഠനക്രമം എങ്ങനെ ചിട്ടപ്പെടുത്താം? ഇപ്പം പലരും ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയെക്കുറിച്ച് കൂടുതൽ പേരും ഒന്ന് ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് കുട്ടികളെ. അതായത് വലിയൊരു പരീക്ഷയാണ്, ഇതിനൊന്നും ഇറങ്ങിത്തിരിക്കേണ്ട, പിന്നെ നിനക്ക് കിട്ടാനൊന്നും പോകുന്നില്ല, പിന്നെ മെയിൻസിലേക്ക് 2 എക്സാംസ് ഉണ്ട്, 100 മാർക്ക് വീതം 2 പരീക്ഷയുണ്ട്, 20 മാർക്കിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്, പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റിയാൽ തന്നെ മെയിൻസ് കിട്ടണമെന്നില്ല. നോക്കൂ, ഇങ്ങനെയാണ് ലോകം. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം അല്ലേ? എപ്പോഴും ദോഷവശങ്ങളും എപ്പോഴും നമുക്ക് കിട്ടാതിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. പക്ഷേ കുട്ടികൾക്ക് കിട്ടുന്നില്ലേ? സെക്രട്ടേറിയറ്റിൽ അസിസ്റ്റന്റുമാരില്ലേ? ഓഡിറ്റ് ജനറൽ ഓഫീസിൽ ഉദ്യോഗസ്ഥരില്ലേ? ഉണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ് വന്നത്? പഠിച്ചു തന്നെയാണ് വന്നത്. നമ്മളെപ്പോലെ 2 കണ്ണും 1 മൂക്കും, അത്യാവശ്യം ദൈവം തമ്പുരാൻ തന്ന ഒരു തലച്ചോറും, ഇതൊക്കെ തന്നെയല്ലേ ഉള്ളത്. എന്നിട്ടും അവർ പഠിച്ചു വന്നില്ലേ? സോ അതിലൊരാളായിട്ട് നമ്മൾ മാറും. അതിൽ നമ്മളെ സഹായിക്കുന്ന ഒരു സുപ്രധാന ഘടകം, വലിയ പണിയെടുക്കാതെ തന്നെ 10 മാർക്ക് 13 മാർക്ക് മെയിൻസിനും 10 മാർക്ക് പ്രിലിംസിനും. ഇനി 2 ഗുണം. നെയ്യപ്പം തിന്നാൽ 2 ഗുണം എന്ന് പറയണ പോലെ ഒരൊറ്റ സ്റ്റഡി പ്ലാൻ മതി നമുക്ക് എന്ത് ചെയ്യാൻ? നമുക്ക് പ്രിലിംസും മെയിൻസും മലയാളം സെറ്റാക്കി മാറ്റാനായിട്ട് ഒരൊറ്റ സ്റ്റഡി പ്ലാൻ മതി. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലുള്ള ആശങ്കകൾ അകറ്റാം. HSA പരീക്ഷയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന മക്കളുണ്ട്. അവരൊക്കെ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, സെക്രട്ടേറിയറ്റിലേക്ക് ചാടണോ, HSAയിൽ നിൽക്കണോ? നോക്കൂ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒരു ഡ്രീം ജോബാണ്. കേരളത്തെ സംബന്ധിച്ച് KS കഴിഞ്ഞാൽ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാം കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു ഗ്ലാമറസ് ജോബാണ്, ഒരു ഡ്രീം ജോബാണ്, കുട്ടികളുടെ സ്വപ്ന ജോലിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലേ? കേരളത്തിൻ്റെ ഭരണസ്ഥിര കേന്ദ്രത്തിൽ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എഴുതണം. HSAക്ക് ഇനഫ് ടൈം നമുക്ക് കിട്ടും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ കഴിഞ്ഞാലും. കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലായിട്ട് നമ്മുടെ പ്രിലിംസ് കഴിഞ്ഞാൽ പിന്നെ 2-3 മാസം, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തോടു കൂടി നമ്മുടെ മെയിൻസ് ഉണ്ടാവും. സോ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. പക്ഷേ ഈ ഒരു ക്രൂഷ്യൽ ടൈം, ഒരു നിർണായക സമയത്തുള്ള നമ്മുടെ ഹാർഡ് വർക്ക് പോലെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു മോട്ടിവേഷനൊക്കെ അടിച്ച്, ഒരു കട്ടനൊക്കെ അടിച്ച്, ബാബുക്കയുടെ ഒരു പാട്ടൊക്കെ കേട്ടാ ഒന്ന് വൈബാവണം എന്ന് പറഞ്ഞതുപോലെ നമ്മളിലുള്ള നെഗറ്റിവിറ്റിയൊക്കെ പോട്ടെ. LP UP പിടിക്കാൻ പറ്റാത്ത മക്കളുണ്ട്, പിന്നെ LDക്ക് കാര്യമായിട്ട് നമുക്ക് കിട്ടിയില്ല, പല കാരണങ്ങൾ കൊണ്ട്. എല്ലാ സമയവും നമുക്ക് ഒരുപോലെ ആയിരിക്കത്തില്ല മക്കളെ. ചില സമയമാണ് നമ്മുടെ സമയമായിട്ട് കിട്ടുന്നത്. സോ ഓരോ എക്സാമിനെയും അതിൻ്റെതായ സീരിയസ്നെസ്സോടുകൂടി സമീപിക്കണം. ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഒന്നും അങ്ങനെ ബാലികേറോ മലയൊന്നുമല്ല. ഒന്ന് പിടിച്ചാൽ, ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് നടക്കാത്തതായിട്ട് ഒന്നുമില്ല. സോ നമുക്കൊരു കാര്യം ചെയ്യാമോ? സുഭാഷിത രത്നാകരത്തിലേക്ക് വരാം. പരിശ്രമം ചെയ്യുകിലെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ചതീശൻ. മഹാകവി KC കേശവപിള്ളയുടെ വരികളാണിത്. പരിശ്രമിക്കാം. നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അത് പറഞ്ഞത് സുഭാഷിത രത്നാകരമാണ്. ഒരു PSC ജോബാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ആരാൻ്റെയും വാക്ക് കേട്ട് നശിപ്പിക്കാനുള്ള നമ്മുടെ കരിയർ. സോ പരിശ്രമിക്കണം. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചതീശൻ. നമുക്ക് മറ്റൊരു ജീവജാലങ്ങൾക്കും ഇല്ലാത്ത
ചിന്താശക്തി, അതുപോലെ തന്നെ പരിശ്രമിക്കാനുള്ള ബോധമൊക്കെ ദൈവം തന്നിട്ടുണ്ട്. സോ പരിശ്രമിക്കുക തന്നെ ചെയ്യാം. വിജയം നമ്മുടേതാകട്ടെ. ഇനി ഭയന്ന് മാറി നിൽക്കുന്നവരുടെ കൂടെ ചേരാൻ എളുപ്പമാണ്. പക്ഷെ ഒഴുക്കിനെതിരെ നീന്താൻ, ശക്തി ആർജിക്കുവാൻ, നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നേടാനുള്ളത് ജീവിതമാണെന്നുള്ള ഒരൊറ്റ ചിന്ത മതി. ഇത് ഗുരുവിയുടെ വാക്കുകളാണ്. ട്രോളല്ലേ? അതല്ല, ഇവിടെ KC കേശവപിള്ളയ്ക്ക് മാത്രം പറഞ്ഞപ്പോൾ മതിയോ? എനിക്കും പറയണ്ടേ? KC കേശവപിള്ള പറഞ്ഞത് തങ്കലിപികളാൽ എഴുതപ്പെട്ടു. എന്തായാലും നിങ്ങൾക്കൊരു അല്പമെങ്കിലും മോട്ടിവേഷൻ കിട്ടുമെങ്കിൽ, സന്തോഷമാവുമെങ്കിൽ, അതിനൊക്കെയാണ് ഇങ്ങനെ ചളിയൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് നമ്മൾ ടെൻഷൻ അടിച്ച് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. കുറച്ച് റിലാക്സ് ആയിട്ട് ഇതുപോലൊക്കെ ഒന്ന് സംസാരിച്ചെടുത്ത് സമാധാനമായിട്ട് പഠിച്ചു പോയാൽ മതി കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഭയന്ന് മാറി നിൽക്കരുത്. സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ബാലിയേറ മലയൊന്നുമല്ല. പക്ഷെ ഒഴുക്കിനെതിരെ നീന്താനും ശക്തി ആർജിക്കാനും ഒക്കെ നമുക്ക് കുറച്ച് ധൈര്യം വേണം അല്ലേ? നഷ്ടപ്പെടാനൊന്നുമില്ല. നേടാനാണെങ്കിൽ കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിൽ ഒരു ജോലി. ഇനി ഞാൻ അതിനുള്ള മലയാളത്തിൻ്റെ സ്റ്റഡി പ്ലാൻ പറഞ്ഞുതരാം. മലയാളത്തിൽ ഏറ്റവും ആശ്വാസം, ഞാൻ ഇവിടെ തന്നെ എഴുതിയിടുവാണേ, ആശ്വാസമായി അച്ചമ്പിയെ ആശ്വാസമായി എന്ന് പറയണ പോലെ നമുക്ക് PSC തന്നിരിക്കുന്ന ഒരു ആശ്വാസമാണ്. നമ്മുടെ സിലബസ് മാറിയിട്ടൊന്നുമില്ല. ഇനി എങ്ങാനും കുറേ ഗ്രാമറോ ഇനി എങ്ങാനും കുറേ സാഹിത്യമൊക്കെ എടുത്തുകൊണ്ട് തന്നിരുന്നെങ്കിൽ മക്കളൊന്ന് പകയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂളായിട്ട് എന്ത് ചെയ്താൽ മതി? പഠിച്ചു പോയാൽ മതി. നമ്മുടെ പദശുദ്ധിയില്ലേ, യാദൃച്ഛികവും വിമ്മിട്ടവും ഉദ്ഘാടനവും ഒക്കെ ആയിട്ട് നമ്മുടെ ആ ഒരു നമ്മുടെ സ്വന്തം എന്താണ്, നമ്മുടെ സ്വന്തം പദശുദ്ധിയാണ് അത്. അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഓൺ പദശുദ്ധി, പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ലാത്ത നമ്മുടെ സ്വന്തം പദശുദ്ധി. രണ്ടാമത്തത് നമ്മുടെ സ്വന്തം വാക്യശുദ്ധി. ഈസി. നമ്മൾ പല LD LPP എല്ലാത്തിലും നമ്മൾ വാക്യശുദ്ധി പഠിച്ചല്ലേ. ഇനി അഡീഷണൽ ആ നോട്ട്സൊക്കെ വെച്ച് ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കിയാൽ പോരെ? നമ്മുടെ സ്വന്തം വാക്യശുദ്ധി. പരിഭാഷയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. വൈ? എന്തിന്? കാരണം ഭരണഭാഷാ പദങ്ങൾ കൂടി പഠിക്കണം. ഭരണഭാഷാ പദങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം സെക്രട്ടറി അസിസ്റ്റന്റ് പോലുള്ള ഒരു ജോബാണ്. ഭരണഭാഷ മുഴുവനും മലയാളത്തിലാണ്. അപ്പോൾ ഭരണഭാഷയ്ക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഭരണഭാഷയുടെ പ്രാധാന്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിഭാഷാ രീതി. ചിലപ്പോൾ പ്രോവർബിലും ഇഡിയത്തിലും ഒതുങ്ങില്ല. അഡ്മിനിസ്ട്രേഷൻ ടേംസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പഠനം വേണം. പിന്നെയുള്ളത് നമ്മുടെ ഒറ്റപ്പദമല്ലേ, നമ്മുടെ സ്വന്തം ഒറ്റപ്പദം, നമ്മുടെ പര്യായം. ചന്ദ്രനും സൂര്യനും നിലാവും നദിയും ആമ്പലും താമരയും ഒക്കെ തന്നെ, മാനും മയിലും കുയിലും ആനയും കടുവയും കുതിരയും, ആസ് യൂഷ്വൽ നമ്മുടെ പര്യായം. ഇനിയുള്ളത് നമ്മുടെ സ്വന്തം വിപരീത പദമല്ലേ, നമ്മുടെ സ്വന്തം വിപരീത പദം. ഇനി ശൈലികൾ, പഴഞ്ചൊല്ലുകൾ. കേരള PSCക്ക് ലിമിറ്റഡ് ഏരിയ ആണ്, റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. പ്രത്യേകിച്ച് പുതിയ ശൈലി 2024 ശൈലി, 2023 പഴഞ്ചൊല്ല് അങ്ങനെയൊന്നുമില്ല. പണ്ടേക്ക് മുണ്ടേ കാർന്നോമാർ പറഞ്ഞ് പദം വന്നുപോയ ചില ശൈലികളും പഴഞ്ചൊല്ലുകളും ഒക്കെയാണ്. അതൊക്കെ നമുക്ക് സെറ്റ്. ഓക്കെ. ഇനിയുള്ളത് സമാന പദം. പര്യായവും സമാന പദവും ഒരുമിച്ച് പഠിച്ചാൽ മതി. സെയിം തന്നെയാണ്. താഴെ തന്നിരിക്കുന്നതിൽ മയിലിൻ്റെ പര്യായമായി വരുന്ന പദം ഏത്? താഴെ മയൂരം എന്നതിന് സമാനമായ പദം ഏത്? മയില്. അത്തരത്തിൽ സെയിം തന്നെ, രണ്ട് പേരിട്ട് വിളിക്കുന്നു എന്നേ ഉള്ളൂ. ചേർത്തെഴുതുക, പിരിച്ചെഴുതുക കുറേ കാലമായിട്ട് നമ്മൾ സന്ധി പഠിക്കുന്നുണ്ട്. അതിനെ ഒന്നുകൂടി ഒന്ന് സീരിയസ് ആയിട്ട് സെറ്റാക്കാനേ ഉള്ളൂ. സ്ത്രീലിംഗം പുല്ലിംഗം ഒക്കെ ഒറ്റ ക്ലാസ് കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റും. വചനം പച്ചവെള്ളം നമുക്കറിയാമല്ലോ. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം ഒക്കെ സെറ്റ്. ഇനി അതിനെ ജസ്റ്റ് ഒന്ന് നോക്കാനേ ഉള്ളൂ. പിന്നെയുള്ളത് ഘടകപദം. അത് സമാസത്തിലൂന്നി നിന്നുകൊണ്ട് വിഗ്രഹിക്കുക കൂടി ചെയ്യണം. സമാസവും വിഗ്രഹം, അതിൽ വിഗ്രഹിക്കലാണ് പ്രധാനമായിട്ട് വരുന്നത്. ചരാചരം എങ്ങനെ ഘടകപദങ്ങളാക്കും? ചരവും അചരവും. നാലഞ്ച, നാലോ അഞ്ചോ. വാജിവാഹനൻ, വാജിവാഹനമാക്കിയവൻ ആരോ അവൻ. അങ്ങനെയൊക്കെ പദങ്ങളെ വിഗ്രഹിക്കുന്ന രീതിയാണ്. അത്യാവശ്യം മുൻ ക്ലാസ്സുകളിലൊക്കെ ഇരുന്ന് പഠിച്ചവർക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ സ്റ്റുഡൻസിന് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ കൊടുക്കുന്ന സ്ലൈഡ് മാത്രം വെച്ച് പഠിച്ചാൽ മതിയേ. ഓക്കെ.
അങ്ങനെ 13 ടോപ്പിക്ക് ഫെമിലിയർ ആയില്ലേ? 13 ടോപ്പിക് എന്താണെന്ന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ടോപ്പിക്ക് പിടികിട്ടുക അത് പ്രധാനമായിട്ടുള്ളതേ. നമ്മളൊരു കണ്ടന്റ് നമ്മൾ ഒരു ഇത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു സിലബസിൽ നോക്കി നമ്മളൊന്ന് സെറ്റായി വരുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ സിലബസ് തന്നെയാണ്. അതിൻ്റെ സിലബസ് 13 നമ്മളൊന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഫാക്റ്റ്. അപ്പം നമ്മളിപ്പോൾ പറയുന്നത് എന്താണ്? മെയിൻസ് പ്ലസ് പ്രിലിംസ് പ്ലസ് മെയിൻസ് ആണ്. ഓക്കെ, രണ്ടിനും കൂടിയുള്ളതാണ്, പ്രിലിംസിനും മെയിൻസിനും കൂടിയുള്ളതാണിത്. ഒറ്റ ടോപ്പിക്ക്. അത് തന്നെ വലിയ ആശ്വാസമെന്ന് ഞാൻ ആദ്യമേ എഴുതിയിട്ടില്ലേ? എന്തൊക്കെയാ സജിമോളായി കാണിക്കുന്നത്? ഒരു മിനിറ്റ്. ഓക്കെ, അയ്യോ, പ്രിലിംസ് പ്ലസ് മെയിൻസ്, നമ്മളെ മലയാളം മതി. പ്രിലിംസ് പ്ലസ് മെയിൻസിന് ഒരേ സിലബസ് എന്നുള്ളതാണ്. ബാക്കിയെല്ലാം മാറുമല്ലോ അല്ലേ? സയൻസ് ആൻഡ് ടെക്കും മാത്സും ഒക്കെ എനിക്ക് തോന്നുന്ന ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുമായിരിക്കും. പക്ഷെ മലയാളത്തെ സംബന്ധിച്ച് ഞാൻ ആശ്വാസമെന്ന് ആദ്യമേ എഴുതിയിട്ടത് പ്രിലിംസും മെയിൻസും ഒരേ സിലബസ് ആയതുകൊണ്ടാണ്. ഒറ്റ പഠനം മതി. പിന്നെ ഒരു 2-3 മാസം മെയിൻസിന് കിട്ടുമ്പോൾ അതൊന്നുകൂടെ ഒന്ന് നോക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 13 ടോപ്പിക്കുകൾ സിലബസ് ഫെമിലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ജനുവരി ഇന്നിപ്പോൾ തീയതി 7 അല്ലേ? 8, 9, 10 അങ്ങ് വിട്ടേക്കണേ. ഈ മാസത്തിൽ 10-ാം തീയതി മുതൽ പഠിച്ചു തുടങ്ങിയാൽ മതി. ഇപ്പം ഇന്ന് വീഡിയോ ഔട്ടായാൽ മക്കൾക്ക് നാളെ തൊട്ട് വേണ്ട, നാളെ ഒരു ദിവസം കൂടെ ഒന്ന് ബ്രേക്ക് എടുത്ത് മറ്റന്നാൾ മുതൽ പഠിച്ചു തുടങ്ങിയാൽ മതി. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം 13 ടോപ്പിക്കിലെ നമ്മൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 10 ദിവസം എടുത്തോളൂ. പദശുദ്ധിക്ക് 2 ദിവസം, വാക്യശുദ്ധിക്ക് 2 ദിവസം, പരിഭാഷയ്ക്ക് 2 ദിവസം, ഒറ്റപ്പദം 2 ദിവസം, പര്യായം 2 ദിവസം. വർക്ക് ചെയ്യുന്നവർ കാണും, കോളേജിൽ പഠിക്കണ മക്കൾ കാണും, വീട്ടമ്മമാരായിട്ടുള്ള മക്കളുണ്ടാവും, വീട്ടച്ഛന്മാരുണ്ടാവും, വീട്ടുപുത്രന്മാരുണ്ടാവും. എന്തായാലും രാത്രി ഒരുപാട് സമയമൊന്നും ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ വെളുപ്പിനെ 4 മണിക്ക് എണീറ്റ് 7 മണി വരെ ഒരു 3 മണിക്കൂറൊക്കെ സെറ്റ് ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞാൽ 3 മണിക്കൂർ മതി പദശുദ്ധി തീർക്കാൻ. പക്ഷേ തുടക്കക്കാരൊക്കെ ഇതിനകത്തുണ്ടാവും അല്ലേ? നമ്മൾ മലയാളത്തെക്കുറിച്ച് വലിയ പിടിയൊന്നും ഇല്ലാത്ത ഒത്തിരി മക്കളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ചുകൂടി സമയം അനുവദിച്ചിട്ടാണ് ഞാൻ ഈ 2 ഡേയ്സ് ഒരു ടോപ്പിക്ക് പറഞ്ഞത്. പദശുദ്ധി 2 ദിവസം, വാക്യശുദ്ധി 2 ദിവസം, പരിഭാഷ 2 ദിവസം, ഒറ്റപ്പദം 2 ദിവസം, പര്യായം 2 ദിവസം. അങ്ങനെ 5 ടോപ്പിക്കുകൾക്ക് 10 ദിവസം നമ്മൾ എടുക്കുന്നു ജനുവരിയിൽ. ജനുവരി 10 മുതൽ ജനുവരി 20 വരെ. ഇനി ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ പഠിച്ചാലും മതി, നിങ്ങളുടെ ഇഷ്ടം. എന്നാലും കിട്ടുമല്ലോ. ഈ മാസം 20 ദിവസം കിടക്കല്ലേ? അപ്പോൾ 10 ദിവസം മലയാളത്തിന് വേണ്ടി എടുക്കുക. ലാസ്റ്റിലുള്ള ഒരു 5 ഡേയ്സ് റിവിഷന് വേണ്ടിയിട്ട്. 1, 2, 3, 4, 5. ഇനി എങ്ങനെ റിവിഷൻ ചെയ്യണം? PYQ ക്വസ്റ്റ്യൻ വെച്ച് വേണം റിവിഷൻ ചെയ്യാൻ. പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ടാവൂലേ? നെറ്റിലൊക്കെ നോക്കിയിട്ടോ നിങ്ങൾക്ക് റാങ്ക് ഫയൽസ് ഒക്കെ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം. അതിനകത്ത് ടോപ്പിക് വൈസ് തന്നെ എന്തുണ്ടാവും? PYQ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ പരീക്ഷ ക്വസ്റ്റ്യൻ എടുത്താലും മതി. അത് കുറച്ചുകൂടി നല്ലത്. കാരണം മലയാളമൊക്കെ ഓൾവേസ് റിപ്പീറ്റേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും ചെയ്യാം. എന്തായാലും 5 ദിവസം ജനുവരിയിൽ നമ്മൾ റിവിഷൻ കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് 15 ദിവസം നമ്മൾ ജനുവരിയിൽ 15 ഡേയ്സാണ് പഠനത്തിന് ഉപയോഗിച്ചത്. ഇനി 6ാമത്തെ ടോപ്പിക്ക് വിപരീതം, 7 ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, 8 സമാന പദം. 9 ഡേയ്സ് ഒരു സബ്ജക്റ്റിന് 3 ദിവസം വീതം കൊടുത്തോളൂ കേട്ടോ. 9 ദിവസമായിട്ട്, അതായത് 3 ഡേയ്സ് റിവിഷൻ. ഓക്കെ, അപ്പോൾ 9 ദിവസമായിട്ട് ഒരു 3, 3, 2, 1, 6, 3, 3, 9. അതെ, 3, 3, 6, 3, 9 ദിവസം തന്നു. വിപരീത പദമൊക്കെ ഇച്ചിരി കൂടുതലായിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശൈലികളും പഴഞ്ചൊല്ലുകളും സെപ്പറേറ്റ് പഠിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ വേണമെങ്കിൽ ഇതിന് 2 ദിവസവും ഇതിന് 2 ദിവസവും കൊടുത്തോളൂ. 2, 2, 4 അല്ലേ? പിന്നെ 9 5 ദിവസമുണ്ട്. ശൈലികൾക്ക് 3 ദിവസം കൊടുക്കാം, ഇതിന് 2 ദിവസം കൊടുക്കാം. അപ്പോൾ 2, 4, 3, 7, 2, 9 ദിവസം. ഓക്കെ, അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം. കാരണം ശൈലികൾ കടലുപോലുണ്ട്, പഴഞ്ചൊല്ലുകളും അതുപോലെ കുറച്ചേറെ ഉണ്ട്. അപ്പോൾ നമുക്ക് ശൈലികൾക്ക് 3 ദിവസം, പഴഞ്ചൊല്ലിന് 2 ദിവസം, വിപരീതം 2 ദിവസം, സമാനപദം 2 ദിവസം. അങ്ങനെ 9 ദിവസം നമ്മൾ ഫെബ്രുവരിയിൽ പഠിക്കുന്നു. 3 ദിവസം റിവിഷനും എടുക്കുന്നു. ഫെബ്രുവരിയിലാകെ 12 ദിവസത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ 3 ദിവസം എടുത്തു. 12 ദിവസം കൊണ്ട് പഠനം നമ്മൾ സെറ്റാക്കി. 9 ദിവസം പഠിക്കാനും 3 ദിവസം റിവിഷന് വേണ്ടിയിട്ട് വിപരീതവും ശൈലി പഴഞ്ചൊല്ലുകളും സമാനപദവും ഇരുന്ന് റിവിഷൻ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ആ ഫെബ്രുവരിയിൽ തന്നെ ഒരു 3 ദിവസം നമ്മൾ 8
8 ടോപ്പിക്കുകൾ, അതായത് 1, 2, 3, 4, 5, 6, 7, 8 ഈ 8 ടോപ്പിക്കുകൾ PYQ വെച്ച് 8 ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, PYQ വെച്ച് നമ്മൾ ഒന്നുകൂടെ റിവിഷൻ ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ ഈ മാസം 15 ദിവസം എടുക്കും. 3 ദിവസം ഈ 3 പഠിക്കാനായിട്ട്, 3 ദിവസം 3 കോമൺ റിവിഷന് വേണ്ടിയിട്ട്, അത് കഴിഞ്ഞ് നമ്മളൊരു 3 ദിവസം കൂടി എടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? PYQ വെച്ചിട്ട് 8 ടോപ്പിക്ക് ഒന്നുകൂടി നോക്കണം. ആദ്യം മുതൽ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീതം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ഇത്രയും വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, PYQ റിവിഷൻ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാർച്ചിൽ വന്നിട്ട് 10 ദിവസമാണ് നമുക്ക് പഠിക്കാനുള്ളത്. 2, 4, 6, 8, 10 ഓരോ ടോപ്പിക്കിനും 2 ദിവസം വീതം 10 ദിവസം നമ്മൾ ഭംഗിയായിട്ട് പഠിക്കുന്നു. പഠിച്ചു കഴിഞ്ഞിട്ട് 5 ദിവസം ഫുൾ എന്ത് ചെയ്യുന്നു, ഇവിടെ 5 ദിവസം നമുക്ക് എന്തിനെടുക്കാം, ഈ 1, 2, 3, 4, 5 ടോപ്പിക്ക് ഒന്ന് റിവിഷൻ ചെയ്യാനുള്ള സമയമാണ്. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് റിവിഷൻ ചെയ്ത് വെക്കണം. അങ്ങനെ മാർച്ചിൽ നമ്മൾ 15 ദിവസം എടുത്തു അല്ലേ. അപ്പോൾ ഇവിടെ എത്ര, ഈ 15 ദിവസം, ആദ്യത്തെ 15, രണ്ടാമത്തെ 15 30, 30ഉം 15ഉം 45, ലാസ്റ്റിൽ ഒരു 5 ദിവസം ഉണ്ട് അല്ലേ. ഈ 5 ദിവസം ഫുൾ റിവിഷൻ, ഫുൾ ടോപ്പിക്, അതായത് 13 ടോപ്പിക്കിൻ്റെയും PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു വെച്ച് സെറ്റ് ചെയ്യേണ്ടുന്ന സമയമാണ് പിന്നീടുള്ള 5 ദിവസങ്ങൾ. അങ്ങനെ 50 ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ചിനകത്ത് നമ്മളൊരു 20 ദിവസം എടുക്കുന്നുണ്ട്. 10 ദിവസം പഠിക്കാൻ, 5 ദിവസം അതേ ടോപ്പിക്കിൻ്റെ റിവിഷൻ, പിന്നെ അപ്പോൾ 10, 5, 15, 5 ദിവസം ഫുൾ ടോപ്പിക്, 13 ടോപ്പിക്കും PYQ ഫാക്ട്സ് ഒക്കെ നോക്കി ഒന്ന് സെറ്റ് ആവാനാണ്. ഇങ്ങനെ ഈ 50 ദിവസം ആകുമ്പോഴത്തേക്കും മാർച്ചിൽ തീരുവാണ്. ഏപ്രിൽ മെയ്യോട് കൂടിയാണ് ഫസ്റ്റ് ഡിഗ്രിയുടെ പ്രിലിംസ് എക്സാം വരുന്നത്. അപ്പോൾ പിന്നെ മലയാളം ഒരു കീറാമുട്ടി ആകുകയേയില്ല. ഇതിനിടയ്ക്ക് സൈലം PSCയുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് അത്യാവശ്യം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടുന്ന ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യും മലയാളം. ഒപ്പം തന്നെ സൈലം PSCയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 2.0 ഇപ്പോൾ നിലവിൽ റൺ ചെയ്യുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചേർന്ന് പഠിക്കാവുന്നതാണ്. അധികം ടോപ്പിക്കുകളൊന്നും ആയിട്ടില്ല, ആണെങ്കിൽ തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രയോജനപ്പെടും. കാരണം ഈസി ആയിട്ട് തോന്നുന്നില്ലേ? നമ്മൾ എന്തും എളുപ്പമാണ് എന്ന് വിചാരിച്ചാൽ അത് എളുപ്പം തന്നെ ആയിരിക്കും. 3 മാസങ്ങളെ പഠിക്കാൻ പറയുന്നുള്ളൂ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ പഠിച്ച് മാർച്ച് കൊണ്ട് റിവിഷൻ ഉൾപ്പെടെ 13 ടോപ്പിക്ക് നമ്മൾ തീർക്കും. പക്ഷേ ഏപ്രിൽ കൂടി ഒന്ന് അധിക വായനയ്ക്ക് എന്തെങ്കിലും റെഫറൻസ്, അതായത് നമ്മുടെ റാങ്ക് ഫയൽസോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സുകളോ ഒക്കെ കണ്ടൊന്ന് ഇത് റിവിഷന് വേണ്ടിയുള്ള ഒരു സമയമാണ് ഈ ഒരു ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസ് PYQ എടുത്തിട്ട് 10 ചോദ്യങ്ങളും ചെയ്തു നോക്കണം. 13 ടോപ്പിക്കും പഠിച്ചതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, ഈ 13 ടോപ്പിക്ക് നല്ല സെറ്റാക്കിയതിന് ശേഷം മാത്രം പോയിട്ട് PYQ എടുക്കുക. PYQ തുടക്കത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കുറയുമ്പോൾ വിഷമം വരും. 13 ടോപ്പിക്ക് പഠിച്ചിട്ട് ശ്രദ്ധിക്കേണ്ടത്, PYQ ചെയ്യുമ്പം ഏത് ഏരിയയാണ് മാർക്ക് പോകുന്നത്, ഏത് ഏരിയ മാർക്ക് പോകുന്നു എന്ന് കണ്ട് അതിന് കൂടുതൽ കെയർ ചെയ്യണം. ഇപ്പോൾ പരിഭാഷയിലെ മാർക്കാണ് പോകുന്നതെങ്കിൽ പരിഭാഷയുടെ കാര്യം കെയർ ചെയ്യാം. നിങ്ങളുടെ എല്ലാ സഹായവുമായിട്ട് സൈലം ടീം ഒപ്പമുണ്ട്. സൈലത്തിലെ കുട്ടികൾക്കായാലും സൈലത്തിനെ ആശ്രയിക്കുന്ന മറ്റു മക്കൾക്കായാലും എല്ലാ സഹായങ്ങളുമായി ഞങ്ങളുണ്ട്. ഞങ്ങൾക്കെല്ലാം തന്നെ ഒരു പബ്ലിക് ടെലഗ്രാം ചാനൽ, അതായത് പബ്ലിക് ടെലഗ്രാം ഗ്രൂപ്പ്സ് ഉണ്ട്. അതിലൂടെ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പെയ്ഡ് സ്റ്റുഡൻസ് ആണോ അല്ലയോ അങ്ങനെയൊന്നും ചോദിച്ചിട്ടല്ല നമ്മളും സഹായങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ PYQ ചെയ്ത് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് കിട്ടുന്നില്ല, എനിക്ക് അഡീഷണലായിട്ട് കുറച്ച് ഫാക്ട്സ് തരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഉറപ്പായിട്ട് നമ്മൾ തരും. നിങ്ങൾക്ക് ജോലി കിട്ടുക ആസ് എ പാർട്ട് ഓഫ് സൈലം, അത് സൈലത്തിൻ്റെ ഭാഗമായി നിന്ന് നിങ്ങൾ കേരള ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്ക് ഒരു ഉദ്യോഗസ്ഥയായി പോവുകയോ ചെയ്യുമ്പോഴാണ് അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അത്രയ്ക്കും അതൊരു ഞങ്ങൾക്കും ഒരു സന്തോഷം, ചാരിതാർത്ഥ്യം ഒക്കെ നൽകുന്ന കാര്യം. കാരണം കഴിഞ്ഞ LDയോട്
ഇതോടനുബന്ധിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലും 1-2 ജില്ലകളൊഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലേക്കും നമ്മുടെ മൻസൂർ അലി കാപ്പുങ്കൽ സാറാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലായിടത്തും വന്നിരുന്നു. കുട്ടികൾക്കായിട്ട് നമ്മൾ ഒരു ഫുൾ ഡേ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ ഞങ്ങൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് ഇനി LDയുടെ റിസൾട്ട് വരുമ്പോൾ അത് പ്രതിഫലിക്കും. അപ്പോൾ തീർച്ചയായും അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറയുമല്ലോ, കർമ്മഫലം കൂടാതെ നമ്മൾ അധ്വാനിക്കുക, കർമ്മഫലം കൂടാതെ നമ്മൾ കർമ്മഫലം ഉണ്ടാകണം. നമ്മൾ കർമ്മഫലം കിട്ടണം. പക്ഷേ അതിൻ്റെ നമ്മൾ കാക്ഷിക്കാതെ അല്ലേ, ഒന്നുമേ കാക്ഷിക്കാതെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ദൈവം എന്താണ് അതിൻ്റെ ഒരു കർമ്മഫലം തരുമെന്ന് പറയും. അപ്പം അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് അതിൻ്റെ പിന്നിൽ ഒന്നും നമ്മൾ കാക്ഷിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ കർമ്മഫലം തീർച്ചയായിട്ടും നമുക്കും നിങ്ങൾക്ക് ജോലിയായിട്ടും, ഞങ്ങൾക്കത് ചിലപ്പം ആരോഗ്യമായിട്ടായിരിക്കും ദൈവം തരുന്നത്, ചിലപ്പോൾ ആയുസ്സായിട്ടായിരിക്കും ദൈവം തരുന്നത് അല്ലേ. തീർച്ചയായിട്ടും നമ്മൾ പകർന്നു കൊടുക്കും തോറും കൂടുന്ന ഒന്നേ ഉള്ളൂ, വിദ്യയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് എല്ലാ ലെവലിലും നിങ്ങൾ ആവശ്യക്കാരന് ഔചിത്യമില്ല എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ PVQ ഒക്കെ ചെയ്ത് നോക്കുമ്പം മലയാളത്തെ സംബന്ധിച്ച് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഇടാവുന്നതേ ഉള്ളൂ. അന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അന്ന്, അല്ലെങ്കിൽ തന്നെ 2-3 വർഷങ്ങളായിട്ടൊക്കെ പഠിച്ച് മലയാളം നല്ല സെറ്റാക്കി ഒത്തിരി മക്കൾ ടെലഗ്രാം സജീസ് മലയാളം ടെലഗ്രാം ചാനലിലുണ്ട്. സൈലത്തിൻ്റെ തന്നെ ചാനലാണ്, ഞങ്ങൾ ഫാക്കൽറ്റീസ് ഇട്ടിരിക്കുന്ന ചാനലാണ്. അപ്പോൾ അവിടേക്ക് എനിക്ക് എൻ്റെ കണ്ണെത്തിയില്ലെങ്കിലും നോക്കാനും എടുക്കാനും ഒക്കെ, ഇനി അവരെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ മാത്രം എന്നോട് പേഴ്സണൽ മെസ്സേജെങ്കിലും ഒക്കെ ചോദിച്ച് അവിടെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങിക്കോളൂ ധൈര്യമായിട്ട്. ഞാൻ പറഞ്ഞതുപോലെ ടെൻഷൻ അടിക്കരുത്. ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഉണ്ടാവും, ലൈഫാണ്, അതൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാം മാറ്റിവെച്ച് ഏറ്റവും സന്തോഷത്തോടു കൂടി ഈ ഒരു ജോലിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. ഒരു ലോകം തന്നെ നിങ്ങളോടൊപ്പം ഉണ്ടാവും. പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ നമ്മുടെ ആവശ്യം, നമ്മുടെ ആഗ്രഹം സ്ട്രോങ് ആണെങ്കിൽ ഒരു വലിയ ലോകം അല്ലേ, ഒരു വലിയൊരു സംവിധാനം തന്നെ നമ്മളോടൊപ്പം നിൽക്കും എന്നുള്ളതാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു കട്ടനൊക്കെ ഇട്ട് കുടിച്ച് ഒരു പാട്ടൊക്കെ കേട്ട് ഒന്ന് റിലാക്സായി മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് സമാധാനമായിട്ട് ഈ 13 ടോപ്പിക്കും എടുത്ത് അതിൽ ഓരോ ടോപ്പിക്കുകളായിട്ട് ആദ്യം ഡേറ്റ കളക്ട് ചെയ്യുക. ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് പഠിച്ചു തുടങ്ങുക. കട്ട സപ്പോർട്ടുമായിട്ട് പരീക്ഷയുടെ അന്ന് വരെയും ഞാനും ഒപ്പം ഉണ്ടാവും. ബൈ.